നമസ്കാരം. ഇന്ന് മിക്കവാറും വീടുകളിൽ ചെറിയൊരു അടുക്കള തോട്ടമെങ്കിലും ഉണ്ടാകുന്നതാണ്. തോട്ടത്തിൽ ഒരു കറിവേപ്പില ചെടിയും സാധാരണ തന്നെയാകുന്നു. വീടിൻ്റെ പരിസരത്തായും പറമ്പിലും കറിവേപ്പില ചെടി നട്ടു വളർത്തുന്നവരുമുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഏറെ പേർ വിശ്വസിക്കുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം. വീട് പണിയുമ്പോഴും വീട് ഒരുക്കുമ്പോഴും വാസ്തുവിന് വലിയ പ്രാധാന്യം നൽകുന്നവരുമുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പില. ഈ ചെടി നടുന്നതിന് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേക സ്ഥാനങ്ങളും നിഷ്കർഷിക്കുന്നുമുണ്ട്. കറിവേപ്പില ശരിയായ ദിശയിൽ നടുന്നത് ചെടിക്ക് ആരോഗ്യം നൽകുന്നതിനൊപ്പം കുടുംബത്തിൽ സമൃദ്ധിയും പ്രദാനം ചെയ്യും എന്നാണ് പറയുക. ശരിയായ ദിശയിൽ നട്ടില്ല എങ്കിൽ ദോഷം വന്ന് ഭവിക്കുകയും ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും അത് ഇടയാവുകയും ചെയ്യും. അതിനാൽ തന്നെ കറിവേപ്പില നടുന്നതിന് ശരിയായ ദിശകളുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ പോകുന്നത്. വീട്ടിൽ കറിവേപ്പില നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പടിഞ്ഞാറ് എന്ന ദിശയാണ്. കറിവേപ്പില ഉണങ്ങിപ്പോകാതിരിക്കാനും ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കിലേക്കും ഐക്യമില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും നയിക്കും എന്നാണ് പറയുക. കറിവേപ്പിലയുടെ അരികിലായി മറ്റ് ചെടികൾ നട്ടു വളർത്താൻ പാടില്ല എന്നാണ് പറയുക. കൂടാതെ പുളിമരത്തിന് സമീപമായി കറിവേപ്പ് വളർത്താൻ പാടില്ല എന്നും പരാമർശിക്കുന്നതാകുന്നു. ഇത് വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിക്കും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത്. ശരിയായ ദിശയിൽ കറിവേപ്പ് നട്ടു വളർത്തുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി പ്രീതി, അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുവാനും സഹായകരം തന്നെയാകുന്നു. കറിവേപ്പുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിർത്തി തിരിച്ച് വീടുകളിൽ നിങ്ങൾ നടേണ്ടത് അനിവാര്യമാണ്. അതിനാൽ വീടുകളിൽ നടുമ്പോൾ, പ്രത്യേകിച്ചും അധികം സ്ഥലമില്ല എങ്കിൽ അതിർത്തി തിരിച്ച് വേണം നടാൻ. ഒരിക്കലും വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തായി ഇവ വളർത്താൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ അല്പമൊന്ന് മാറി വളർത്തുവാൻ ഏവരും ശ്രദ്ധിക്കണം. അതിർത്തി തിരിച്ച് നടന്നതിലൂടെ അത് നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യങ്ങളും നൽകും. തൊട്ടടുത്ത് വളർത്തുന്നത് അത് ശുഭകരമായി ഭവിക്കുന്നതല്ല. ചിലർ പ്രധാനമായും കിണറിനോട് ചേർന്ന് അവരുടെ സൗകര്യാർത്ഥം വളർത്തുന്നവരുണ്ട്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം കിണറിനോട് ചേർന്ന് വളർത്തുന്നത് ആ വീടുകളിൽ ദൗർഭാഗ്യം വന്നു ചേരുന്നതിന്, ദൗർഭാഗ്യം വിട്ടൊഴിയാതിരിക്കുന്നതിന് കാരണമായി തീരും. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു ചേരാം. പല രീതിയിലും ദുഃഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ അവസാന നിമിഷം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ തിരിച്ചടികളിലേക്കും ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും കടന്നു വരാം. അതിനാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാത്തതായ സാഹചര്യമാണ് ഉണ്ടാവുക. അതിനാൽ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വടക്ക് കിഴക്ക് ദിശ ശത്രുക്കൾക്ക് ഉയർച്ച നൽകുന്ന ഒരു ദിശയായി തന്നെ പരാമർശിക്കാം. അതായത് ഈ ഒരു ദിശയിൽ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ആ വ്യക്തികളുടെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആ വ്യക്തികൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ ദിശയിൽ നിങ്ങൾ ഒരിക്കലും വളർത്തുവാൻ പാടുള്ളതല്ല. കൂടാതെ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം തന്നെ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആ വ്യക്തികളെ ബാധിച്ചു എന്ന് വരാം. മരണദുഃഖമാണ് ഫലമായി വന്നു ചേരുക. പല രീതിയിലും വിഷമകരമായ സാഹചര്യങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടേയിരിക്കും. അതിനാൽ ആ വ്യക്തികൾക്ക്
ഏതൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. അതിനാൽ പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ, തിരിച്ചടികൾക്ക് അത് കാരണമായി തീരാം. അതിനാൽ ശത്രുക്കൾ ശക്തി പ്രാപിക്കുകയും നിങ്ങളുടെ ശക്തി നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ ദിശയിൽ കറിവേപ്പ് വളർത്തുന്നതിലൂടെ സംഭവിക്കുക. ചിലർ പ്രധാന വാതിലിന് നേരെ വളർത്തുന്നവരുണ്ട്. ഇപ്രകാരം നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ ആ വീടുകളിൽ കടബാധ്യതകൾ വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കടബാധ്യതകൾ അഥവാ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ പ്രതീക്ഷകളുണ്ട് എങ്കിലും അത് നഷ്ടത്തിൽ കലാശിക്കാം. വളരെയധികം സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. ഒന്നിൽ കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. വീടുകൾക്ക് വന്നു ചേരുന്ന പോസിറ്റീവായ ഊർജത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ പ്രധാന വാതിലിന് നേരെയായി വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ വന്നു ചേരാം. അതിനാൽ ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. കിഴക്ക് ദിശയിലാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ അത് ആ വീടുകൾക്ക് അനാവശ്യമായ ചിലവുകൾ, പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യം, ഒന്നിനു പുറകെ ഒന്നായി ചിലവുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ പണം കയ്യിൽ നിൽക്കില്ല എന്നതാണ് വാസ്തവം. അധിക ചെലവ് ആ വീട്ടിലെ അംഗങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കും. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും കറിവേപ്പ് നിങ്ങൾ ഇവിടെ വളർത്തുന്നതും അതിനൊരു കാരണമായി തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ ഭാഗത്ത് വളർത്തുന്നു എങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് വാസ്തവം. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾ കറിവേപ്പ് വളർത്തുന്നതിലൂടെ മരണദുഃഖമാണ് ഫലമായി വന്നു ചേരുക, അഥവാ മരണം. അത്തരത്തിൽ വേണ്ടപ്പെട്ടവരുടെ ഇത്തരം ദുഃഖകരമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. വിഷമകരമായ സാഹചര്യങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട രോഗദുരിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ ഈ ദിശയും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. വടക്ക് ദിശയിലാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ കാലദൃഷ്ടിപതിയും എന്നാണ് പറയുക. അത്രമേൽ ദോഷകരമായ ഫലമാണ് വന്നു ചേരുക. പ്രധാനമായും ധനപരമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം നിരാശാപൂർണമായ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ പലവിധ പ്രശ്നങ്ങളും വന്നു ചേരാം. രോഗദുരിതങ്ങളാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ പോലും കടന്നു വരാം. മറ്റൊന്ന് തെക്ക് ദിശയാണ്. തെക്ക് ദിശയിൽ നിങ്ങൾ വളർത്തുന്നതിലൂടെ മനസൗഖ്യം തന്നെ നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. മാനസികപരമായ വിഷമങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വിഷമങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, മനസ്സിനെ വേട്ടയാടുന്നതായ പല ചിന്തകൾ, പല കാര്യങ്ങൾ അരങ്ങേറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമല്ലാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കറിവേപ്പ് എന്ന ചെടി വളർത്തുമ്പോൾ അത്രമേൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. മുൻപ് പരാമർശിച്ച അഥവാ പടിഞ്ഞാറ് ദിശയിൽ തന്നെ വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീടുകൾക്ക് ഐശ്വര്യം തന്നെയാണ് നൽകുക. അതിനാൽ ദിശയ്ക്ക് എപ്പോഴും പ്രാധാന്യം നിങ്ങൾ നൽകണം.